എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? ഇതും ഞായറാഴ്ച നല്ല നാടൻ മത്തി കിട്ടി. നമുക്കതൊരു കോട്ടയം സ്റ്റൈലിലൊരു കറി, മത്തിക്കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറച്ച് നമുക്ക് വറക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് മത്തിക്കറി ഉണ്ടാക്കിയേക്കാം. അപ്പം ഞാൻ മത്തിയൊക്കെ നന്നായി വൃത്തിയാക്കി വെട്ടി കഴുകി തേച്ച് എല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ളത് മുറിച്ച് വെക്കാം, പുരട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കറി വെക്കാം. കുറച്ച് പനഞ്ഞീനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നമുക്കൊരു സൂപ്പർ കറി അങ്ങോട്ട് വെക്കാം. അപ്പം ഞാൻ കുറച്ച് കഷ്ണങ്ങളാക്കി എടുക്കുകയും ചെയ്ത് ഒരു 4 നമുക്ക് വറക്കാനും കൂടെ മാറ്റി വെച്ചു. അപ്പം നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, കറി വെക്കാൻ ആവശ്യമായ 2-3 ഇഞ്ചി കഷ്ണങ്ങൾ, ഒരു 4-5 പച്ചമുളക്, വെളുത്തുള്ളി 5-6 കഷ്ണം, കറിവേപ്പിലയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്ത്, കുടംപുളിയും ഒരു 3-4 ചുള കുടംപുളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതെല്ലാം ചതച്ച് ഞാൻ മാറ്റി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കി നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ, അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കാം. ഉലുവയും കടുവും നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടും, ഇഞ്ചി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്ക് വഴറ്റി എടുക്കാം. ഈ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നെയ്യത്തേക്ക് ഈ പരുവാകുമ്പം പൊടി ചേർക്കാം. ഒക്കെ മൂത്ത് വരുന്നതിലേക്ക് 1 സ്പൂൺ നല്ല മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും വേണം വെള്ളം ഒഴിക്കാൻ. അല്പം മൂത്ത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി പുളിയും കൂടെ, കുടംപുളിയും കൂടെ ചേർത്ത് ഇളക്കും. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. വീഡിയോയുടെ വെട്ടം കൊണ്ട് കാണാതെ മൂത്തില്ലെന്ന് തോന്നുന്നത് കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ച് തിളപ്പിക്കാം. പുളിയും കൂടെ ഇട്ട് ഇളക്കി വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് അരപ്പ് മൂക്കണം. ലൈറ്റിൻ്റെ വെട്ടം കൊണ്ട് ലൈറ്റായിട്ട് തോന്നുന്നത്, പക്ഷേ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മത്തിക്ക് ആവശ്യമായ വെള്ളം വെച്ച് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് നല്ല വെട്ടി തിളച്ച് നല്ല അരപ്പൊന്ന് വേകണം. ആ പരുവത്തിലാക്കി എടുത്തിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. കൂട്ടുകാരെ, മത്തിക്കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി മത്തി ഇട്ട് കൊടുക്കാം. മത്തി കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം, വേകട്ടെ. അപ്പോൾ നമ്മൾ മത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വേകട്ടെ, നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം മക്കളെ, നമുക്ക് ഈ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇടംബരി ആയെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ ഒന്ന് പറ്റി നന്നായിട്ട് വരേണ്ടി വരാൻ വേണ്ടി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.